നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് വേണ്ടിയാണ് കുഞ്ഞേച്ചി ഈ സത്യങ്ങൾ ഒളിപ്പിക്കുന്നത്. എന്റെ ജീവിതം അത് മാത്രമാ കുഞ്ഞേച്ചി നോക്കുന്നത്. ഒപ്പം ജീവിതം ഇല്ലാതാകുന്ന വിഷ്ണുവേട്ടനെ കുറിച്ചോ കുഞ്ഞേച്ചിയെ കുറിച്ചോ കുഞ്ഞേച്ചി ചിന്തിക്കുന്നത് പോലുമില്ല. ഇനി അത് പറ്റില്ല. ഈ ശാപവാക്കുകളും പേര് ഇനി എനിക്ക് മുന്നോട്ട് പോവാനാവില്ല. അറിയണം, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ. അമ്മ സത്യം വിളിച്ചു കൊടുക്ക്, ഞാൻ അപ്പോഴേക്കും വന്നോളാം. ശരി. ആ, ഇവിടെ എഴുത്താണല്ലോ. അമ്മ എന്തായാലും എഴുത്ത് കഴിഞ്ഞിട്ട് കഴിക്കൂ. ഇനി മോളുടെ അവസ്ഥ എന്താണാവോ. സത്യക്കുട്ടി, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വാ വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട. പിന്നെ ഞാനെന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അമ്മയ്ക്കിപ്പ വേണ്ട, മോൾക്കും ഇപ്പൊ വേണ്ടേ? ശരി, പിന്നെ എപ്പോ കഴിക്കും? എനിക്കിനി ചോറേ വേണ്ട. അത് ശരി, പിന്നെ എന്തോ കഴിക്കാൻ പോന്നേ? പട്ടിണി കിടക്കാൻ പോവാ. ഞാൻ പട്ടിണി കിടന്ന് ആർക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ, പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാ ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അതെന്താന്ന് ഈ ചോദിക്കുന്നേ? ഇനി ഞാൻ എന്റെ അച്ഛൻ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ. ഓ, എന്നാ പിന്നെ നിരാഹാരം കിടന്നത് തന്നെ. സത്യമോളെ, കളിക്കാതെ വന്ന് ചോറുണ്ടേ, വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കഴിക്കില്ല. ദേ, വാശി കാണിക്കാതെ വന്ന് കഴിച്ചേ. എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? എന്റെ അച്ഛൻ വന്ന് ചോറ് വാരി തരാതെ ഞാൻ കഴിക്കില്ല. മോളെ, വാശി കാണിക്കല്ലേ. ഇത് കേട്ടോണ്ട് അമ്മ ഇപ്പൊ വരുവേ. എനിക്കൊന്നും വേണ്ട. ശാരദമ്മയുടെ പൊന്നു മോളല്ലേ, വാ, ഒരു ശക്കലം കഴിച്ചാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യേ, എന്താ നീ കാണിച്ചേ? എന്താ നീ കാണിച്ചെന്നാ ചോദിച്ചേ? എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അതിന് പഠിക്കുന്ന സാധനങ്ങളാണോ എടുത്ത് വലിച്ചെറിയുന്നേ? എന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ ഇനി എറിയും. ഇനി നീ എറിയോ? നിഷേധത്തരം കാണിക്കുന്നു. ഇനി ഇങ്ങനെ ചെയ്യോന്ന്? കൊച്ചിനെ തല്ലണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവളെന്തായി കാണിച്ചത്? ഇവളെയൊക്കെ ഇങ്ങനെ തല്ലാതെ വളർത്തിയോണ്ട ഇത്രയും വഷളായത്. ഇപ്പൊ വന്ന് അനുസരണം എന്ന് പറയുന്ന ഒരു സാധനമില്ല. പോട്ടടി, കുഞ്ഞല്ലേ ഇത്? കുഞ്ഞെന്നും പറഞ്ഞ് കൊഞ്ചിച്ച് ഇവൾ ഇത്രയും വഷളായത്. ഇപ്പത്തെ ഒരു വക പറഞ്ഞ കേക്കില്ല, പറയുന്നത് മുഴുവൻ തർക്കുത്തരവും. എനിക്കൊന്നും വേണ്ട. അച്ഛൻ വന്നാലേ ഞാൻ കഴിക്കൂ. നിന്റെ അച്ഛൻ വരില്ല. നീ ഇനി എത്ര കാത്തിരുന്നാലും വരില്ല. ഇനിയിപ്പോ വരാൻ പോയാലുവേ ഞാൻ വരാൻ സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റും. ഞാൻ വാശി പാടില്ലല്ലോ. വേണ്ട, അമ്മ എന്താ ഉള്ളെന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. പിള്ളേർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. നിനക്കെന്തടി ഭ്രാന്തോ? അമ്മേ, പിള്ളേർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇവളെ ഒന്ന് കഴിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിനക്കെന്താ ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ അങ്ങോട്ട് ഭ്രാന്തിയാക്കി. എന്റെ ശാലിനി, നീ ഒന്ന് അടങ്ങ്. കുഞ്ഞിനെ ഞാൻ ചോറ് കഴിപ്പിച്ചോളാം. നിനക്കെന്താ എഴുതാനില്ലേ? പോ എഴുതു പോ. സത്യയുടെ കാര്യം നീ നോക്കണ്ട, ഞാൻ കഴിപ്പിച്ചോളാം. നിന്നെ പോവാനല്ലേ പറഞ്ഞേ? പോകാൻ. മോളെ, നീ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? നിനക്ക് തല്ല് കിട്ടിയപ്പോ മതിയായല്ലോ.
ഞാൻ പറഞ്ഞപ്പോ ചോറ് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ തല്ലാൻ സമ്മതിക്കുമായിരുന്നോ? ഞാൻ പിണക്കുക, ശാരദാമ്മയോടും പിണക്കുക, എന്റെ അമ്മയോടും പിണക്കുക. അതിന് ഞാൻ എനിക്ക് എന്റെ അച്ഛനെ മാത്രം ഇഷ്ടം, എന്റെ അച്ഛനെ മാത്രം. മോളെ മോളെ സത്യം ഈശ്വര, ഇങ്ങനെയൊക്കെ ദൈവം ഇതൊന്ന് അവസാനിപ്പിക്കുക. എന്താടി ഇതൊക്കെ? ജീവിതം തകർന്നത്. വിഷ്ണുവേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കുഞ്ഞേച്ചി ഞാനൊക്കെ വിഷ്ണുവേട്ടനോടും ഈ കുടുംബത്തോടും ഒക്കെ ചെയ്തത് ദ്രോഹം തന്നെയാ. പൊറുക്കാനാവാത്ത ദ്രോഹം. ഞങ്ങളുടെ നിലനിൽപ്പിന് അവരെ ബലിയാടാക്കുകയായിരുന്നു. ഇനിയും സത്യങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. അറിയണം, അറിയേണ്ടവരൊക്കെ അറിയണം. ഞാനും എന്റെ കുഞ്ഞേച്ചിയും അമ്മയൊക്കെ കള്ളികളാണെന്ന് ഇനി ആരും പറയാൻ പാടില്ല. എനിക്ക് വേണ്ടിയാണ് കുഞ്ഞേച്ചി ഈ സത്യങ്ങൾ ഒളിപ്പിക്കുന്നത്. എന്റെ ജീവിതം അത് മാത്രമാ കുഞ്ഞേച്ചി നോക്കുന്നത്. ഒപ്പം ജീവിതം ഇല്ലാതാകുന്ന വിഷ്ണുവേട്ടനെ കുറിച്ചോ കുഞ്ഞേച്ചിയെ കുറിച്ചോ കുഞ്ഞേച്ചി ചിന്തിക്കുന്നത് പോലുമില്ല. ഇനി അത് പറ്റില്ല. ഈ ശാപവാക്കുകളും പേര് ഇനി എനിക്ക് മുന്നോട്ട് പോവാനാവില്ല. അറിയണം, എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ. എന്റെ ജീവിതം ഓർത്തല്ലേ കുഞ്ഞേച്ചി ഇത്രയും ടെൻഷൻ അടിക്കുന്ന? എനിക്കിനി ഈ ജീവിതം വേണ്ട. ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.